ഹായ് കൂട്ടുകാരെ, നമുക്കിന്ന് ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങണ ഒരു കറുമുറാന്ന് തിന്നണ ഒരു ഡയമണ്ടിൻ്റെ ഷേപ്പുള്ള ഒരു പലഹാരം ഉണ്ടാക്കാം. ഒരു ചിപ്സ്. അത് വലിയവർക്കും ചെറിയവർക്കൊക്കെ ഒന്നുപോലെ കഴിക്കാം. നമ്മൾ മധുരം ഇട്ടാണ് ഉണ്ടാക്കുന്നത്. അതിന് എങ്ങനെ ഉണ്ടാക്കുക എന്ന് നമുക്ക് കാണാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 2 കപ്പ് അരിപ്പൊടി. അരിപ്പൊടി പറഞ്ഞാൽ നമ്മൾ പത്രികയൊക്കെ എടുക്കുന്ന അരിപ്പൊടിയാണ്. ഇനി നമുക്കതിനെ പത്രിക മാവ് കുഴയ്ക്കുമല്ലോ, അതേപോലെ നമുക്കൊന്ന് കുഴച്ചെടുക്കാം. നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 2 കപ്പ് പൊടിക്ക് 2 കപ്പ് വെള്ളം. ഇതിൽ നമുക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് നോക്കിയിട്ടിടണേ, അപ്പോൾ പിന്നെ ഉപ്പ് കൂടുകയും കുറവും ചെയ്യില്ല. ഉപ്പ് നമ്മൾ വെള്ളം നോക്കുമ്പോൾ വെള്ളത്തിൽ പാകത്തിൻ്റെ 1 മിനിസം കൂടുതലിട്ട് കൊടുക്കണം. അപ്പോൾ ആ പൊടിയിൽ ഉപ്പ് പിടിക്കണ്ടേ. അതിന് നമുക്കൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇത് വേണമെങ്കിൽ ഇട്ടാൽ മതി. ഇത് നമ്മൾ പലഹാരത്തിൽ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇട്ട് കൊടുത്തത്. ഇത് കത്തിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. എന്നിട്ട് നമുക്ക് പൊടി ഇട്ട് കൊടുത്തിട്ടൊന്ന് വാട്ടിയെടുക്കാം. പൊടി വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കളർ ഇത് പോരാന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കളർ പൊടിയിട്ട് ഒന്നുകൂടി കളറാക്കാം കേട്ടോ. പൊടി നന്നായിട്ട് ഒന്ന് വാടിയിട്ടുണ്ട്. നമ്മൾ ഈ പത്തിരിക്ക് വാട്ടണത് പോലെ അങ്ങനെ വാട്ടണ്ട. ഇനി വാടിയത് മതി എടുക്കാം. എടുത്ത് നമുക്ക് ഈ ടേബിൾ ഒന്ന് നമുക്ക് ഇതിലേക്കൊന്ന് കൊട്ടിയിട്ട് ചൂടോടെ നമുക്ക് ഒന്ന് പിടിപ്പിച്ചെടുക്കാം. നമുക്കിത് നന്നായിട്ടൊന്ന് ഇങ്ങനെ കൂട്ടി പിടിപ്പിക്കാം. ചൂടോടെ കൂട്ടി പിടിക്കണേ, അല്ലെങ്കിൽ ഇത് ഒന്നിച്ചാവില്ല. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കാം. കയ്യിൽ ഒട്ടാതിരിക്കാൻ ഇടയ്ക്കിടയ്ക്ക് ലേശം വെള്ളം തൊട്ടാൽ മതി. കയ്യിൽ നല്ല ചൂടുണ്ട് കേട്ടോ. ഇതിപ്പോൾ മാവ് നന്നായിട്ട് കുഴച്ചിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മൾ പത്തിരിക്കൊക്കെ കുഴക്കണ പോലെ നന്നായിട്ട് കുഴക്കുക. എന്നിട്ട് നമുക്കിത് ഇനി ഒരു 2 കഷ്ണമാക്കാം. ഈ മാവ് ഒരു കഷ്ണം നമുക്ക് ഉരുട്ടിയിട്ട് ഈ പാത്രത്തിൽ വെച്ച് ഒന്ന് മൂടി വെക്കാം. പാത്രത്തിൻ്റെ ഉള്ളിൽ ഇച്ചിരി പൊടിയും ഇടാം, അപ്പോൾ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ. ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് മൂടി വെക്കാം. അതെന്തിനാ വെച്ചാൽ നമ്മൾ ഇതെടുക്കുമ്പോഴത്തേക്ക് അത് ഉണങ്ങാതിരിക്കാനാണ്. ഇനി നമുക്കിത് ഇങ്ങനെ നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. അടിയിൽ ഇച്ചിരി പൊടി ഇട്ടിട്ട് വേണം പരത്താൻ. കനം കുറച്ച് പരത്തണേ. കനം കുറച്ച് നമുക്ക് നന്നായിട്ട് പരത്തിയെടുക്കാം. ഞാനിപ്പോൾ ഇത് കനം കുറച്ച് പരത്തിയിട്ടുണ്ട്. നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടതാണ്, അതുകൊണ്ട് ഷേപ്പൊന്നുമില്ല. ഞാനങ്ങ് പരത്തി. നമുക്കിനി ഇതൊന്ന് മുറിച്ചെടുക്കാം. ഞാനിപ്പോൾ ഡയമണ്ട് ഷേപ്പിൽ മുറിക്കുകയാണ്. നിങ്ങൾക്ക് എന്ത് ഷേപ്പിൽ വേണമെങ്കിലും മുറിച്ചെടുക്കാം കേട്ടോ. ഇത് നമുക്ക് ഇവിടെ എടുത്ത് വെച്ചിട്ടൊന്ന് മുറിച്ചെടുക്കാം. നമുക്ക് എല്ലാം അതിങ്ങനെ മുറിച്ചെടുക്കാം. ഇതിൻ്റെ കന ഇതേ പാടുള്ളൂ. ഇത് കണ്ടില്ലേ, ഈ കനേ പാടുള്ളൂ. നമുക്ക് എല്ലാം അത് ഇങ്ങനെ മുറിച്ചെടുക്കേ. അങ്ങനെ നമ്മൾ എല്ലാതും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കാം. നമുക്കിനി ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിനി ഇതിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കേ. ഈ ഓയിൽ നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഓയിലാണ്.
ഇത് പൊരിക്കണത് ഓയിലിലോ സൺഫ്ലവർ ഓയിലിലോ പൊരിച്ചാൽ മതി. വെളിച്ചെണ്ണയിൽ പൊരിച്ചാൽ ഒരുപാട് ദിവസം നമുക്ക് എടുത്തു വെക്കാൻ പറ്റില്ല. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിൽ കുറേശ്ശെ ഇട്ട് കൊടുത്ത് പൊരിച്ചെടുക്കാം. മതി. ഇത് നന്നായിട്ട് പൊരിഞ്ഞ് പൊന്തി പൊള്ളച്ച് വരട്ടെ. നല്ല തീയിൽ വേണം വെക്കാൻ കേട്ടോ. കണ്ടില്ലേ, ഇത് ഒരുപാട് പണിയൊന്നുമില്ല ഉണ്ടാക്കാൻ. പൊടി കുഴയ്ക്കുന്ന ടൈം മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് മറിച്ചിടാം. ഇത് കടയിൽ നിന്നൊക്കെ നമ്മൾ വാങ്ങണത് മൈദപ്പൊടിയിലാണ് ഉണ്ടാക്കുന്നത്. നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത് അരിപ്പൊടിയിലാണ്. അപ്പോൾ നമുക്ക് കഴിക്കാനും സൂപ്പറായിരിക്കും, സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. എല്ലാവരുടെ വീട്ടിലും അരിപ്പൊടി ഉണ്ടാവും. ഇതിപ്പോൾ ഈ വള കിലുങ്ങണ പോലെ കിലുകിലാ കേൾക്കണ് കണ്ടില്ലേ. ഇനി നമുക്കിത് എടുക്കാം. പാത്രത്തിലിടുമ്പോഴും മുരുപുരാ ഒരു സൗണ്ട് കേൾക്കും. കണ്ടില്ലേ. അങ്ങനെ എല്ലാതും പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് കുറച്ച് പഞ്ചസാര ഉരുക്കിയിട്ട് അതിലേക്കിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി ഇളക്കിയെടുക്കാം. ഞാൻ അതിനിവിടെ 1 കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിലേക്ക് നമുക്കിനി 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഉരുക്കി വരട്ട്. ഇപ്പോൾ പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലൊരു 1/4 ടീസ്പൂണ് ഏലക്കപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലൊരു 1/2 ടീസ്പൂണ് ചുക്ക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് ഒരു ഒറ്റനൂൽ പരുവാവട്ടെ. പഞ്ചസാര ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കൊട്ടി കൊടുക്കാം. ഈ പഞ്ചസാര ഇതായി കഴിഞ്ഞാൽ നമ്മൾ ഈ ചിപ്സ് ഇതിലിട്ട് കൊടുക്കുമ്പോൾ തീയൊക്കെ നന്നായിട്ട് കുറച്ച് കൊടുക്കണേ. തീ ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇത് നന്നായിട്ട് മിക്സായിട്ടുണ്ട്. നമുക്കിനി ഇത് ഇറക്കി വെക്കാം. നമ്മൾ പഞ്ചസാര ഒറ്റനൂല് പരുവായി ഇതിട്ട് ഇളക്കിയെടുത്തിട്ടുണ്ട്. നമ്മൾ ചുക്ക് പൊടി ഇട്ടത് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി അത് ഇല്ലാത്തവർക്ക് അത് ഇടേണ്ട ആവശ്യമില്ല. ഇത് ഇനി ഒക്കെ കോരി എടുത്തിട്ടുണ്ട്. ഒരു 1/2 മണിക്കൂർ അവിടെ ഇരുന്ന് ചൂടാറട്ടെ. അപ്പോൾ സൂപ്പറായിട്ട് പഞ്ചസാരയൊക്കെ അതിൽ പിടിച്ച് നല്ല ഇതുണ്ടാവും. ഇപ്പം നമ്മുടെ ചിപ്സൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഇതിൽ പഞ്ചസാരയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. കണ്ടാ. അങ്ങനെ നമ്മൾ അരിപ്പൊടിയായിട്ടുള്ള ഡയമണ്ട് ചിപ്സ് റെഡി ആയിട്ടുണ്ട്. ഇത് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. പൊടി കുഴയ്ക്കുന്ന ടൈം മാത്രമേ പിടിക്കുള്ളൂ. ഇത് എല്ലാവരും ഉണ്ടാക്കണം. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.